ഇപ്പോൾ ദില്ലിയിൽ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോഴും ഉണ്ടാവും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നം വേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഇന്നലെ വളരെ വിശദമായിട്ട് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. പിന്നെ അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നത്? എല്ലാ ചർച്ചകളും പൂർത്തിയായോ? ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രം മതിയോ? ഹൈക്കമാൻഡ് ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ. 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടു എന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. വയനാടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 4 സീറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ദില്ലിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടാകും. ധാരണയുടെ പ്രശ്നങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വയനാട് സീറ്റിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നത്. കേരളത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി അടക്കം ദില്ലിയിലെത്തി ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സമ്മർദ്ദതന്ത്രവുമായി ആദ്യഘട്ടത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് പങ്കെടുത്തുമില്ല. വാക്കുകളിൽ നിന്ന് നിരീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നത് ഹൈക്കമാൻഡ് ഇന്ന് തന്നെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും. 4 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ വയനാട് സീറ്റ് ഉമ്മൻചാണ്ടിക്കോ അതോ ഐ ഗ്രൂപ്പിനോ എന്ന തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യതകൾ ഇല്ല എന്ന് ഉമ്മൻചാണ്ടി രാവിലെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കാനാണ് സാധ്യത. ഹൈക്കമാൻഡിന് ഈ സീറ്റുകളെ സംബന്ധിച്ചുള്ള പട്ടിക നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ഇന്ന് ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിലധികമായി വലിയ ചർച്ചകളാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാളയത്തിൽ നടന്നത്. 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട്, വടകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി ധാരണയിൽ എത്തിയിരുന്നില്ല. ഒന്നിലധികം പേരുകൾ അവിടെ പരാമർശിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് തുടർ ചർച്ചകൾ ഉണ്ടായത്. വയനാട് സീറ്റിനെ ചൊല്ലിയായിരുന്നു വലിയ തർക്കം നിലനിന്നിരുന്നത്. ഐ ഗ്രൂപ്പിന്റെ പക്കലുള്ള വയനാട് സീറ്റിൽ ടി സിദ്ദീഖിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നതോടെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഒരു തീരുമാനമെത്താൻ കോൺഗ്രസിന് ആയില്ല. തങ്ങളുടെ കയ്യിലുള്ള സീറ്റ് വിട്ടുകൊടുക്കണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഐ ഗ്രൂപ്പ് നിലനിന്നിരുന്നത്. എന്തായാലും ഇന്ന് ചർച്ചകൾ പൂർത്തിയായി. മാധ്യമങ്ങളോട് നേതാക്കൾ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മുല്ലപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നു? ജോച്ചേറ്റ് 4 മണ്ഡലങ്ങളിൽ ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ്. ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇരുവരുടെയും ചർച്ച ആരംഭിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് മടങ്ങി എന്നതും ശ്രദ്ധേയമായി. 2:30 കേരളത്തിലേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ ഫ്ലൈറ്റ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് പോകാൻ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും രമേശ് ചെന്നിത്തല നേരത്തെ യോഗത്തിൽ നിന്നിറങ്ങി. അത് ചിലപ്പോൾ വിട്ടുനിന്നതാണോ എന്ന സംശയവും അഭ്യൂഹവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല മടങ്ങി 15-20 മിനിറ്റിനുള്ളിൽ തന്നെ മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ചർച്ച മതിയാക്കി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുല്ലപ്പള്ളി വസതിയിൽ നിന്ന്. ഇവിടെ നിന്ന് ഇരുവരും ഇപ്പോൾ കാറിൽ AICC ആസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി മുഗൾ വാസ്നിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4 സീറ്റിൽ ധാരണയായോ എന്ന് ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുക നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം ഉമ്മൻചാണ്ടി ആകട്ടെ കേരള വിഷയത്തിൽ ഒരു വാക്കുപോലും പ്രതികരിക്കാത്തത് ശ്രദ്ധേയമായി. പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. അത് ബന്ധപ്പെട്ടവർ പറയും എന്നായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഈ ചർച്ചയുടെ ഭാഗമാണ് താനെന്ന് അറിയിക്കാതിരിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ തർക്കം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗ്രൂപ്പ് തലത്തിലുണ്ടായിരുന്നു. വയനാട് സംബന്ധിച്ച് വയനാട് വിട്ടു നൽകില്ല എന്ന് വിട്ടു നൽകണമെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിക്ക് കീഴടങ്ങിയോ എന്ന് പോലും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഉമ്മൻചാണ്ടിയുടെ പിടിവാശി അവസാനം ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ
വയനാട് സീറ്റ് എ ഗ്രൂപ്പിന് വിട്ട് നൽകേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാത്തത്. ഇതിന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന് മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ലിസ്റ്റ് പുറത്തിറങ്ങുമെന്ന് പറയുന്നു. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു ഏക പേരിൽ ഇവർ 3 പേരും എത്തിയാൽ മാത്രമേ ഈ 4 സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോവുകയുള്ളൂ. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒറ്റ പേരിൽ എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ അടൂർ പ്രകാശനെങ്കിൽ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ. ഈ വടകരയും വയനാടുമാണ് തർക്ക വിഷയമായി നിൽക്കുന്നത്. സിദ്ദിഖിനെ വടകരയിലേക്ക് മാറ്റി സീറ്റ് നൽകാമെന്ന രീതിയിലേക്കുള്ള ഒരു ഉപാധി മുന്നോട്ട് രമേശ് ചെന്നിത്തല വച്ചെങ്കിൽ അത് അംഗീകരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി. വയനാടല്ലാതെ മറ്റൊരു ചർച്ചയില്ല. ഇത് സംബന്ധിച്ചൊരു തീരുമാനം അങ്ങനെ തന്നെ ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകണം എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം, നിർബന്ധവും. നിലവിൽ മറ്റ് ചില പേരുകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പോലും സിദ്ദിഖ് എന്ന പേരിൽ നിന്ന് ഉമ്മൻചാണ്ടി പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ചയിലും എന്തായാലും ലക്ഷ്യം കണ്ടിട്ടില്ല. തർക്കത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല എങ്കിൽ സ്വാഭാവികമായും ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിയോ എന്നത് സംബന്ധിച്ചൊരു സൂചനയെങ്കിലും തരേണ്ടതായിരുന്നു. പക്ഷെ നേതാക്കളൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുതന്നെയാണ് ഒരു തർക്കത്തിനൊരു പരിഹാരമായിട്ടുണ്ടായിരുന്നെങ്കിൽ 3 നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ സന്തോഷത്തോടെ കാണേണ്ട സാഹചര്യമായിരുന്നു. ഒരുപക്ഷെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരു മുഖഭാവത്തിൽ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി എന്നത് വളരെ ശ്രദ്ധേയമാണ്. മൗനം അദ്ദേഹം തുടർന്നപ്പോൾ വിട്ടുപറയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും മടിച്ചിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ ഉമ്മൻചാണ്ടി മാറി നിന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ നേരത്തെ ചർച്ചയിൽ നിന്ന് മാറിപ്പോയ അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് വിട്ടുപോയ രമേശ് ചെന്നിത്തലയെ കൂടി കാണാൻ കഴിയുന്നു. തർക്കത്തിന് പരിഹാരമായിട്ടില്ല എങ്കിൽ ഇനി അത് മുഗൾ വാസിനിക്കോ അതിനപ്പുറത്തുള്ള മറ്റു നേതാക്കളുടെ എത്തിയാൽ പോലും ഏത് തരത്തിൽ ഇതിനൊരു സമവായമാകും? ആശങ്കകൾ കൂടുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിലെ സീറ്റ് തർക്കം വലിയ വ്യാപ്തിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. തീർച്ചയായും ജോജറ്റ്, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഇന്ന് രാവിലെ ചർച്ച ആരംഭിക്കുന്നത് 9 മണിയോടുകൂടിയാണ്. അപ്പോൾ മുതൽ തികച്ചും നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. രമേശ് ചെന്നിത്തല 9 മണിയോടുകൂടി കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി നേരെ മുല്ലപ്പള്ളിയുടെ വസതിയിലെത്തി. മുല്ലപ്പള്ളിയുടെ വസതിയിൽ ചർച്ച ആരംഭിച്ചു. അത് 11 മണിവരെ ഉമ്മൻചാണ്ടി ആ ചർച്ചയിൽ പങ്കെടുത്തേയില്ല. ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്നു. 11 മണിയോടുകൂടി ഉമ്മൻചാണ്ടി ചർച്ചയ്ക്കെത്തി. പിന്നെ ഒരു 45 മിനിറ്റ് നേരം മുല്ലപ്പള്ളിയുടെ വസതിയിൽ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ഈ കേരളത്തിലെ 4 സീറ്റുകൾ സംബന്ധിച്ച ചർച്ചയിലേക്ക് കടന്നു. ഉമ്മൻചാണ്ടി 2 ദിവസം മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വയനാട് സീറ്റ് ടി സിദ്ദിഖിന്. അതിൽ നിന്നും പിന്നോട്ടില്ല. രാവിലെ ഈ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പങ്കെടുക്കാതെ മാറി നിന്നതും ഈ സീറ്റിലെ തന്റെ പ്രതിഷേധം കണക്കിലെടുത്താണ്. ഈ വയനാട് സീറ്റിൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ല, അത് ടി സിദ്ദിഖിന് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇതിനായി ഹൈക്കമാൻഡിനെയോ അല്ലെങ്കിൽ കേരള ഘടക നേതാക്കളെയോ ബന്ധപ്പെടേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആദ്യത്തെ 2 മണിക്കൂർ അദ്ദേഹം മുല്ലപ്പള്ളിയുടെ വസതിയിൽ വരാതെ ഒഴിഞ്ഞു നിന്നത്. അതിനുശേഷം പിന്നീട് ഇത് സംബന്ധിച്ചൊരു മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെ നിർബന്ധമായും വന്നേ മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിച്ചു. അതേ തുടർന്ന് ഉമ്മൻചാണ്ടി എത്തി. 3/4 മണിക്കൂറോളം ചർച്ച. പക്ഷെ 1/2 മണിക്കൂർ മാത്രം ഇരുന്ന് രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് പോയി കേരളത്തിലേക്ക് പോകണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പിന്നീട് 15 മിനിറ്റിനകത്ത് ചർച്ച പൂർത്തിയാക്കി പുറത്തിറങ്ങി വന്ന മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടിയും മാധ്യമങ്ങളോട് ഒട്ടും സൗഹാർദ്ദപരമായ രീതിയിലല്ല പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി കേരളത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് തികച്ചും നിഷേധാത്മകമായി പ്രതികരിക്കാതെ ആന്ധ്രാ ഘടകത്തിലെ മാത്രം ചർച്ചയ്ക്കാണ് താൻ വന്നതെന്ന് മാത്രം പറഞ്ഞൊഴിയുകയായിരുന്നു ചെയ്തത്. കേരള ഘടകത്തിന്റെ ചർച്ച ബന്ധപ്പെട്ടവർ പറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി ആകട്ടെ നേരത്തെ ഹൈക്കമാൻഡിന് വിട്ടതാണെന്നും അവരിനി ഹൈക്കമാൻഡ് തീരുമാനം ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു. ഇനി മുല്ലപ്പള്ളി ഇന്ന് കേരളത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി മാത്രമായിരിക്കും ഡൽഹിയിൽ തങ്ങുക. നാളെ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിന് തെരഞ്ഞെടുപ്പ് സമിതി യോഗമുണ്ട്, അതിൽ പങ്കെടുക്കണം. പക്ഷെ എന്തായാലും കേരള ഘടകത്തിന്റെ ചർച്ച ഏതാണ്ട് പൂർത്തിയായതുപോലെയാണ്. ഒരു ലക്ഷ്യത്തിലെത്താതെ തർക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത്. നേതാക്കൾ ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി മുല്ലപ്പള്ളിയുടെ വസതിയിൽ നിന്നും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാണ് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ തർക്കങ്ങൾ. ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായ സീറ്റുകളിൽ പോലും പ്രചരണം ശക്തമാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അവിടെ മുതിർന്ന നേതാക്കളെ ലഭ്യമാകുന്നില്ല. ഉമ്മൻചാണ്ടി, ചെന്നിത്തല അതേപോലെയുള്ള ആളുകളൊക്കെ ദില്ലിയിൽ ചർച്ചയുമായി ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് വലിയ ഒരു പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കോൺഗ്രസ് രാജ്യത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ പരമ്പരാഗത രീതിയിൽ ഗ്രൂപ്പ് തർക്കങ്ങളുമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. ഏത് തരം തീരുമാനം അവിടുന്ന് ഉണ്ടായാൽ പോലും
നിലവിലെ സീറ്റ് നില പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിനുള്ള മുൻതൂക്കമാണ് ഐ ഗ്രൂപ്പിനെ ചൊടിപ്പിക്കുന്നത്. ബെന്നി ബെഹ്നാൻ അടക്കം ഉമ്മൻചാണ്ടിയുടെ ആളുകൾ ഇപ്പോൾ ഈ പട്ടികയിൽ കയറി കൂടിയിരിക്കുന്നു. ടി സിദ്ദിഖിന് കൂടി സീറ്റ് അനുവദിക്കാൻ ഒരുപക്ഷെ ഐ ഗ്രൂപ്പ് തയ്യാറാകില്ല. പക്ഷെ ഉമ്മൻചാണ്ടി വിചാരിക്കുന്നത് ഇനിയുള്ള 4 മണ്ഡലങ്ങളിൽ ഐ ഗ്രൂപ്പിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയാണ്, ആറ്റിങ്ങലും വടകരയും ആലപ്പുഴയും അടക്കം. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നത് ഉള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമായി ഉടൻ എത്താനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് തന്നെ മുല്ലപ്പള്ളി പറഞ്ഞതുപോലെ ഇന്ന് പട്ടിക പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലോജറ്റ് ലഭിക്കുന്നത് രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി വെളിപ്പെടുത്തി തന്നെയാണ് ഈ യോഗം പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. വയനാട് സീറ്റ് ഒരു കാരണവശാലും എ ഗ്രൂപ്പിന് വിട്ടു നൽകാനാകില്ല. ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയുടെ വസതിയിൽ വെച്ച് അത് വീണ്ടും ആവർത്തിച്ചു. ടി സിദ്ദിഖിന് വയനാട് സീറ്റ് അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. കാരണം ഇതിനു മുമ്പ് പല സീറ്റുകളിലും ടി സിദ്ദിഖിനെ മത്സരിപ്പിച്ച് പിന്നീട് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ടി സിദ്ദിഖിന്റെ കഴിവ് പാർട്ടി വേണ്ട വിധത്തിൽ പാർലമെന്ററി രംഗത്ത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖിന് തന്നെ വയനാട് സീറ്റ് വേണം എന്ന നിർബന്ധത്തിലാണ് മുല്ലപ്പള്ളി ഇതിനെതിരെയുള്ള പ്രതിഷേധം ഈ യോഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മറ്റ് ആറ്റിങ്ങൽ ആലപ്പുഴ സീറ്റുകളിലൊക്കെ ഒരു ധാരണയാണെങ്കിലും വയനാട് സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടൊരു സീറ്റായി അവർ തന്നെ കരുതുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്ഥിരമായി ജയിച്ചു വരുന്നൊരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് ഇരുവർക്കും ഐ ഗ്രൂപ്പുകൾക്ക് 2 ഗ്രൂപ്പുകൾക്കും ഈ മണ്ഡലം ആവശ്യമാണ്. അതിന്റെ പേരിലുള്ള തർക്കം ഇവിടെ രൂക്ഷമായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അവസാന ദിവസത്തെ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചർച്ച ഇന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ പോലും അതേ നിലവാരത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന സീറ്റുകളിലാകട്ടെ, ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്ന സീറ്റുകളിലാവട്ടെ, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് ഐ ഗ്രൂപ്പ് വീതത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന വലിയൊരു പ്രതിഷേധം കേരള ഘടകത്തിലെ നേതാക്കൾക്കുണ്ട്, മറ്റു പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇനി ആകെ അവശേഷിക്കുന്ന സീറ്റുകളിൽ ഇതേ ഗ്രൂപ്പ് തർക്കം ആവർത്തിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മുല്ലപ്പള്ളിയുടെ വീട്ടിൽ വസതിയിൽ നടന്ന ചർച്ചയിലും ഒരു തീരുമാനവുമായിട്ടില്ല. ഐ ഗ്രൂപ്പുകൾ 2 ഭാഗത്ത് തന്നെയാണ്. ആദ്യം വിട്ടുനിന്ന ഉമ്മൻചാണ്ടി പിന്നീട് പങ്കെടുത്ത രമേശ് ചെന്നിത്തലയാട്ടെ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുകയാണ്. എറണാകുളം, ഇടുക്കി സീറ്റുകളിൽ കാസർഗോഡ് സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടായത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമാണ്. വയനാടും പ്രതിസന്ധി തുടരുന്ന ഒരു ഘട്ടം. ഇനി മറ്റു മണ്ഡലങ്ങളിൽ കൂടി സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയും വലിയ തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ആ തരത്തിലുള്ള സൂചനകൾ കൂടി വന്നിരുന്നു. വടകരയിൽ മുല്ലപ്പള്ളിക്കെതിരായ ചില പോസ്റ്റുകൾ പ്രചരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്കാണ്, തർക്കത്തിലേക്കാണ്. വയനാട് സീറ്റ് അടക്കമുള്ളവ ഒരു കീറാമുട്ടി തർക്കത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ജോജറ്റ് 16 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചിട്ട് ഏറ്റവും അവസാനം പിന്നീട് 12 സീറ്റുകൾ മാത്രമാക്കി ഒതുക്കേണ്ടി വന്നു കോൺഗ്രസിന്. അപ്പോൾ തന്നെ വ്യക്തമാണ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രൂക്ഷം. പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായതിനു ശേഷം ആദ്യം നേരിടുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ്. സംഘടനാ സംവിധാനങ്ങളെല്ലാം ശക്തമാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും അവകാശപ്പെടുന്ന ഒരു സമയത്താണ് കേരള ഘടകത്തിലെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം പോലും ഉണ്ടാക്കാനാകാതെ അദ്ദേഹം കുഴയുന്നത്. ഹൈക്കമാൻഡ് പോലും അതിൽ ഞെട്ടലാണ്. കാരണം കേരളത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ഹൈക്കമാൻഡ് കണ്ടത്. പക്ഷേ മുതിർന്ന നേതാക്കളെല്ലാം ആദ്യം ഒഴിഞ്ഞു മാറി. പിന്നീട് മണ്ഡലങ്ങളിലാകട്ടെ കൃത്യമായ ധാരണ പോലും KPCC നേതൃത്വത്തിനെത്തിയില്ല. ഡൽഹിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടന്നപ്പോൾ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ മത്സരിക്കുന്ന കാര്യം ഹൈക്കമാൻഡ് നേതൃത്വം ചർച്ചയ്ക്കിട്ടപ്പോൾ ഈ 3 നേതാക്കളും പിന്മാറുകയാണ്. അപ്പോൾ ഇതൊരു ഭയം കൊണ്ടാണ് പിന്മാറ്റമെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് വിഭജനത്തിലേക്ക്, ജയസാധ്യത എന്ന് പറയുമ്പോൾ പോലും ഗ്രൂപ്പ് വീതം വയ്ക്കലിലേക്ക് കാര്യങ്ങൾ പോയി. ഓരോ മണ്ഡലങ്ങളിലെയും നേതാക്കൾ, അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഒക്കെ ഈ വീതം വയ്ക്കലിനെതിരെ രംഗത്തെത്തിയിരിക്കും. പിന്നെ ഏറ്റവും അവസാനമുള്ളത് ഈ 4 മണ്ഡലങ്ങൾ. ഈ 4 മണ്ഡലങ്ങളിൽ ചർച്ച ആരംഭിച്ചിട്ട് 3 ദിവസമായിരിക്കുന്നു. പക്ഷേ 4 മണ്ഡലങ്ങളിലെ ചർച്ചയിൽ പോലും ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചിരുന്നത് ആദ്യം 12, പിന്നെ തൊട്ടടുത്ത ദിവസം ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തുക, അന്ന് വൈകുന്നേരം തന്നെ പ്രഖ്യാപിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല. പക്ഷെ അതല്ല സംഭവിച്ചത്. അതിനുശേഷം ഇന്നലെയൊക്കെ ഉണ്ടായ തർക്കങ്ങൾ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, മുഗൾ വാസ്നിക്ക് നേരിട്ട് വിഷയത്തിൽ ഇടപെട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയിട്ട് പോലും ഐ ഗ്രൂപ്പുകൾ വിട്ടു നൽകിയില്ല എന്നത് ശ്രദ്ധേയമാണ്. ഹൈക്കമാൻഡിന് അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, AK ആന്റണി തുടങ്ങിയവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രഖ്യാപിച്ചാൽ അത് വലിയ തിരിച്ചടി കേരളത്തിലുണ്ടാകും എന്നറിയാം. അതുകൊണ്ടാണ് ഈ നേതാക്കളുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷേ നേതാക്കളാകട്ടെ ഒറ്റ നിലപാടിൽ എത്തുന്നുമില്ല. ഇപ്പോൾ
ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയിരിക്കുന്നു, ഉമ്മൻചാണ്ടി ആകട്ടെ ആദ്യ ചർച്ചയിൽ വിട്ടുനിൽക്കാതെ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇന്നും ഈ 4 മണ്ഡലങ്ങൾ ആലപ്പുഴ, ആറ്റിങ്ങൽ, വടകര, വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങാനുള്ള സാധ്യതയില്ല. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയെ ഉള്ള ഒരു സംസ്ഥാനമാണ്. വളരെ നിർണായകം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള വിജയങ്ങൾ. ആ ഒരു സന്ദർഭത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് പോലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് അവരെ രാഷ്ട്രീയപരമായ ഒരു വീഴ്ചയായി തന്നെ വിലയിരുത്തേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ. ഹൈക്കമാൻഡ് നേതൃത്വം പറയുന്നത് ഇത് കേരള ഘടകത്തിൽ സാധാരണ പതിവുള്ളതാണ് എന്നാണ്. സാധാരണ ഓരോ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴും ഇത്തരം ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇപ്രാവശ്യവും അത്തരമൊരു പതിവ് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും, അതായത് സാധാരണ തർക്കമുണ്ടെങ്കിൽ പോലും അതൊരു 2-3 ദിവസം നീണ്ടു നിൽക്കുകയും 4-ാം ദിവസത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ എത്തുകയോ ഒക്കെ ആയിരുന്നു പതിവ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ കേരള ഘടക നേതാക്കളെ കേരളത്തിലേക്ക് ഇതിന്റെ ചർച്ച ആരംഭിച്ചു. അന്ന് ചർച്ച വഴിമുട്ടി. തുടർന്ന് നേതാക്കളെല്ലാം തിരിച്ച് കേരളത്തിലേക്ക് പോയി. രാഹുൽ ഗാന്ധി എത്തുന്ന ദിവസം പോലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത വലിയൊരു വീഴ്ച തന്നെയായിരുന്നു. കാരണം രാഹുൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് AICC അധ്യക്ഷൻ ആദ്യഘട്ട പ്രചാരണത്തിന് എത്തുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പ്രചാരണ രംഗത്ത് അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് പ്രവർത്തകരും പറയുന്നു, ഹൈക്കമാൻഡും അത് പറയുന്നു. പക്ഷെ അന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം വീണ്ടും ചേർന്നിട്ട് ഇപ്പോൾ ഏകദേശം 5 ദിവസം പിന്നിടുമ്പോൾ ആകെ ചെയ്യാൻ പറ്റിയത് 12 സിറ്റിംഗ് സീറ്റുകളടക്കം 12 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രം തീരുമാനമുണ്ടാക്കുക. സിറ്റിംഗ് സീറ്റുകളിൽ നേരത്തെ തന്നെ KV തോമസ് വെച്ച് ബാക്കി എല്ലാവർക്കും സീറ്റ് നൽകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അത് വലിയ തർക്കത്തിലേക്കില്ല. അങ്ങനെ താരതമ്യേന അതിലൊക്കെ തീരുമാനമാക്കിയപ്പോഴും ബാക്കി 4 മണ്ഡലങ്ങൾ അതിങ്ങനെ തന്നെ തർക്കുന്നത്. അതെവിടെയാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് ഇത് സാധാരണ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കമായി പരിഗണിക്കേണ്ടതില്ല. ഈ ഗ്രൂപ്പുകൾ ഏറെക്കുറെ കുറഞ്ഞു വരുന്നു എന്ന് ഹൈക്കമാൻഡ് കരുതി. എന്ന് മാത്രമല്ല, ഇപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയം, അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സ്വാഭാവികം ഇപ്പോൾ 2019 എത്തുമ്പോൾ ഇനി ഈ നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ വർഗീയ കക്ഷികൾക്കെതിരെയുമുള്ള വലിയൊരു പോരാട്ടം തുടങ്ങേണ്ട സമയത്താണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം BJPയിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് തർക്കം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോലും കഴിയാതെ ഗ്രൂപ്പ് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത് ഹൈക്കമാൻഡിന് അവിടെയാണ്. കാരണം ഇതിനേക്കാൾ വലിയ സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെയൊക്കെ 1 ഘട്ടമോ 2 ഘട്ടമോ ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ താരതമ്യേന ചെറിയ കേരളത്തിലാണ് ഇങ്ങനെ വലിയൊരു തർക്കം. അതിൽ 20 ലോക്സഭാ മണ്ഡലത്തിൽ 4 എണ്ണം ഘടകകക്ഷികൾ നൽകി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെയുള്ള 16, ആ 16ലാണ് 12 എണ്ണം മാത്രം സിറ്റിംഗ് എംപിമാരാകട്ടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രചരണത്തിന് പക്ഷെ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ 4 അതും വയനാട് പോലെ വളരെ ഉറപ്പുള്ള ഒരു ഷുവർ സീറ്റിലാണ് ഇങ്ങനെ തർക്കം രൂക്ഷമായി തുടരുന്നത്. എന്നാലും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കളുടെ കേരള ഘടകത്തിലെ ചർച്ചകൾ അവസാനിച്ചു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. കാര്യങ്ങൾ ഹൈക്കമാൻഡിന്റെ പക്കലേക്ക് നീങ്ങുകയാണ്. മുകുൾ വാസനിക്ക് അടക്കമുള്ളവരാണ് ഇനി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയും തുടർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ള സൂചനകൾ കൂടിയാണ് വരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ ഈ ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് മുല്ലപ്പള്ളി അല്പം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്.